ഹലോ ഗൈസ്, നമ്മൾ വണ്ടിയുടെ ടയർ ഇതുപോലെ ഉപയോഗിച്ച് അത്രയും ഓട്ടയും കാര്യങ്ങളൊക്കെ ആക്കി തേഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് കളയാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടിമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് വന്നത്. നോക്കി നോക്കുമ്പോൾ ടയറൊക്കെ പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി, ഇതാണ് അവസ്ഥ, പോയി എന്നുള്ള മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെമ്പനാടുന്ന് കവലേക്ക് പോകണ റൂട്ടിലാണ്ടാ, ഒരാളും മനുഷ്യനൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു സഹായം ചോദിക്കാൻ ആരുമില്ല. അങ്ങനെ വണ്ടി തള്ളിയിട്ട് ലാസ്റ്റ് നമ്മൾ പാലയൂരിലെ ബ്രൈറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം അവിടെ സാധനമില്ല. അങ്ങനെ നമ്മൾ MRFൻ്റെ ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ അവിടെ MRFൻ്റെ ടയർ ഉണ്ട്. അങ്ങനെ അതൊക്കെ മാറ്റണ രംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഒരു ഊണണ്ട് കഴിച്ചിട്ടാണ്. അങ്ങനെ ഊണും കഴിച്ച് ഒരു ആമ്പക്കം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്ക് നല്ല ചൂട്. ഇതാണ് അവസ്ഥ. മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സൂര്യൻ ഉച്ചയിൽ അങ്ങനെ നിൽക്കുന്നത്, കാക്ക കൊള്ളാത്ത വെയിലാണ് ഇവിടെ. പിന്നെ ആക്കുള്ള ഒരു ആശ്വാസം എന്താ വെച്ചാൽ ആ കാണുന്ന ചെറിയ ചെറിയ തണലുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ തൃപ്രയാർ എത്തിയിട്ട് നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട്. കാരണം ഓണത്തിനോടനുബന്ധിച്ചുള്ള തിരക്കാണ് അവിടെ. അപ്പോൾ വലിയ വലിയ അമ്പരച്ചുംബികളായ സമുച്ചയങ്ങളും കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് അമ്പരന്ന്. അങ്ങനെ നമ്മൾ 3 പീടികയ്ക്ക് എത്തി. അവിടെ കുറച്ച് കടകൾ കയറാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കയറി നമ്മൾ കുറച്ചാണ്ട് കഷ്ടപ്പെട്ടിട്ട് വെയിലത്ത്. അപ്പോൾ ഒരു മരത്തണലുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചിട്ട് ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ നമ്മൾ മതിലകത്ത് എത്തി നോക്കുമ്പോൾ വണ്ടിയുടെ ചാർജ് ഏകദേശം ഉള്ളത് 56% ചാർജ് ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എവിടെയാണ് ഓലയുടെ ഷോറൂമുള്ളത് നോക്കണം. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ പോണ വഴിക്ക് ചെറിയൊരു ചായ ഒന്ന് കുടിച്ച്. ഇവിടെ ആ ഭാഗത്ത് എവിടെ ഓലയുടെ ഷോറൂമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചാർജ് കുത്തിൽ ടാസ്ക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ വഴിയിൽ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടുള്ള ചാർജുമായിട്ട് നേരെ വിടുകയാണ്. സമയം 6 മണി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ചെക്കന്മാർ ചൂണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ഒരു തോട്ടിൽ നിന്ന് കിട്ടിയെന്നാണ്. വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായാലും അതായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.